45-46 വയസ്സാകുമ്പോഴത്തേക്കും സ്ത്രീകൾ ഈ മാസമുറ നിൽക്കാൻ തുടങ്ങാം. അത് ലേറ്റായിട്ട് നിന്ന് കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് ശേഷം ഒരു വർഷത്തോളം ഒരു മാസമുറയില്ല, പിന്നെ ബ്ലീഡിങ് വന്നാൽ തീർച്ചയായിട്ടും അവർ ഡോക്ടറെ കാണും. കാര്യം 12% പേര് നമ്മൾ അതൊരു അപകട സ്വഭാവമുള്ളതാവാം. അപ്പോൾ അവിടെ നമ്മൾ ഒന്നുകിൽ DNC ചെയ്യുക, അല്ലെങ്കിൽ യൂട്രസിലേക്ക് രൂപം എടുത്ത് നമ്മൾ അവിടെ നിന്ന് ബയോപ്സി ചെയ്യുക, അല്ലെങ്കിൽ ഒരു പിപ്പല്ലെ വഴി നമ്മൾ ആസ്പിറേറ്റ് ചെയ്യുക. ഇങ്ങനെ പരിശോധന ചെയ്ത് കോശങ്ങൾ അപകട സ്വഭാവമുള്ളതാണോ നമ്മൾ അറിയണം. അപ്പം നമ്മളൊരു മാസമുറ നിന്നൊരു സ്ത്രീയിൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഓവറിയും മൊഴിയൊന്നുമില്ല, 4 മിനിറ്റ് താഴെയാണെങ്കിൽ അവർ പരിശോധനകൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ക്യാൻസർ ഉണ്ടെന്ന് കണ്ടാൽ അത് ഏത് ഭാഗത്താണ്, അത് എന്തുമാത്രം ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ അവർ MRI അങ്ങനെയുള്ള കൂടുതൽ പരിശോധനകൾ ചെയ്തിട്ട് അവരനുസരിച്ച് യൂട്രസും ഓവറിയും മാത്രമല്ല ബാക്കിയുള്ള ഭാഗങ്ങളൂടെ അവർ കൂടുതലായിട്ട് എടുക്കും. ചില കേസുകളിൽ റേഡിയോതെറാപ്പിയോ കീമോതെറാപ്പിയും വേണ്ടി വരും. ഓർത്തോണം, മാസമുറ നിന്നതിന് ശേഷം ബ്ലീഡിങ് വന്നാൽ അതിനെ നിസ്സാരമായി കാണരുത്, ഡോക്ടറെ കാണണം. ഒരു 12% പേരിൽ അതിന് അപകട സ്വഭാവം ഉണ്ടാവും. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഹിസ്റ്റോസ്കോപ്പി കടത്തി യൂട്രസിനുള്ളിലേക്ക് കടത്തുക. ഒരു 4 മിനിറ്റ് താഴെയാണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ആവണത്തിൻ്റെ കട്ടി ഓവറിയും നമ്മൾ ഇമേജ് ചെയ്യണം. അപ്പം ചിലപ്പം ഈ മാസമുറയുടെ പ്രോബ്ലം ഇല്ലാതെ തന്നെ അവർക്ക് ഓവറിയിലും മാലിഗ്നൻസിക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് മാസമുറ നിന്ന സ്ത്രീകൾ പീരിയോഡിക്കായിട്ട് ഒരു 6 months കൂടുമ്പോൾ യൂട്രസ് ഓവറി സ്കാൻ ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്.